ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു gkctutorials. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ ക്യാഷ് നൽകി ജോയിൻ മെമ്പറാകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ ചാനലിൽ ലഭ്യമാക്കിയിട്ടുള്ള അനൗൺസ്മെന്റ് വീഡിയോ നിർബന്ധമായും കാണുക. ഓരോരുത്തർക്കും ആവശ്യമായ ക്ലാസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ. കൂടാതെ ഏതൊക്കെ ക്ലാസുകളാണ് പെയ്ഡായി നൽകിയിട്ടുള്ളത് എന്നറിയാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് എന്നൊരു ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഏതെല്ലാം പരീക്ഷകൾക്കായുള്ള ക്ലാസുകളാണ് പെയ്ഡായി ലഭ്യമാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി മെമ്പേഴ്സ് ആയവർക്ക് വീഡിയോ കാണാവുന്നതുമാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് LDC എക്സാമിന്റെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്നുള്ള മോഡൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സിനോണിം ഓഫ് എക്സ്പയറി ഈസ്. ദ സിനോണിം ഓഫ് എക്സ്പയറി ഈസ് termination. Choose the synonym of imbecile. Choose the synonym of imbecile. Misappropriate. The word proximate means. The word proximate means near. Next question, let off means. Let off means to excuse from penalty. The antonym of scarcity. The antonym of scarcity is plenty. Antonym of diligent. Antonym of diligent, lazy or idle. അപ്പോൾ സിനണിം എന്നാൽ സെയിം മീനിങ് എന്നും ആന്റണിം എന്നാൽ ഓപ്പോസിറ്റ് എന്നുമാണ് അർത്ഥം. സിനണിം സെയിം മീനിങ്, അതായത് അർത്ഥം. ആന്റണിം എന്നാൽ വിപരീത പദം, ഓപ്പോസിറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ സിനണിംസും ആന്റണിംസും ഒന്നുകൂടി പറയാം. സിനണിം ഓഫ് എക്സ്പയറി, ടെർമിനേഷൻ. സിനണിം ഓഫ് എംബസിൽ, മിസ്അപ്രോപ്രിയേറ്റ്. ആന്റണിം ഓഫ് സ്കേഴ്സിറ്റി, പ്ലെന്റി. ആന്റണിം ഓഫ് ഡെലിജന്റ്, lazy. Next question is the opposite of tentative. The opposite of tentative is final. Correct question tag of close the window. Correct question tag of close the window. അപ്പോൾ close the window എന്നത് imperative sentence ആണ്. അതുകൊണ്ട് തന്നെ ടാഗ് will you ആണ്. Close the window, will you. Next, choose the correctly spelled word. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ളത് നാലാമത്തെ ഓപ്ഷനാണ് നെഫാരിയസ്. നെഫാറസ്, NEFARIOUS. ഇതാണ് കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ളത്. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ മിസ്സ്പെൽഡ് വേർഡ്. ഇങ്ങനെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യമായി എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ക്വസ്റ്റ്യന്റെ മോഡൽ പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് ഏത് പാറ്റേണിലുള്ളതാണ്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ മിസ്സ്പെൽഡ് വേർഡ്. അപ്പോൾ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഒരു വേർഡിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. അതേതാണെന്ന് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഐഡന്റിഫൈ ദ മിസ്സ്പെൽഡ് വേർഡ്. 4ാമത്തെ ഓപ്ഷനാണ് ശരി ഉത്തരം. കൺസെഷൻ, ഇതിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. കൺസെഷന്റെ കറക്റ്റ് സ്പെല്ലിംഗ് CONCESSION എന്നാണ്. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം എമംഗ് ദ ഫോളോയിങ്. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം എമംഗ് ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നവയിൽ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ഉള്ള വേർഡ് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ 3ാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. IGNOMINIOUS ആണ് കറക്റ്റ് സ്പെല്ലിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും മുമ്പ് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അത് തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇനി ഇത് കൂടാതെ ഇതിന്റെ ഫുൾ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ജോയിൻ മെമ്പേഴ്സിനായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ചാനലിൽ ജോയിൻ ചെയ്ത ശേഷം വീഡിയോ എടുത്ത് കാണാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ആക്റ്റീവ് വോയിസ്. Identify the active voice. Question is, the people are annoyed by the noise. The people are annoyed by the noise. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആൻസർ the noise annoys the people. Next, he will certainly help the poor boy. He will certainly help the poor boy.
ചേഞ്ച് ഇൻറ്റു പാസീവ് വോയിസ് ആണ് ക്വസ്റ്റ്യൻ. ഈ തന്നിരിക്കുന്ന സെന്റൻസ് പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുക. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആൻസർ ദ പുവർ ബോയ് വിൽ ബി ഹെൽപ്ഡ് ബൈ ഹിം. മറ്റൊരു ക്വസ്റ്റ്യൻ ചേഞ്ച് ഇൻറ്റു ഇൻഡയറക്റ്റ് സ്പീച്ച്. ചേഞ്ച് ഇൻറ്റു ഇൻഡയറക്റ്റ് സ്പീച്ച്. Question is, she exclaimed, "What a beautiful child." She exclaimed, "What a beautiful child." ഇത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്കാക്കിയാൽ കറക്റ്റ് ആൻസർ she exclaimed that it was beautiful child. Next, have you read Othello? The teacher asked me. Change into reported speech. Have you read Othello? The teacher asked me. ചേഞ്ച് ഇൻറ്റു റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കുക. കറക്റ്റ് ആൻസർ ദ ടീച്ചർ ആസ്ക്ഡ് മീ വെദർ ഐ ഹാഡ് റീഡ് ഒഥല്ലോ. ഇനി നെക്സ്റ്റ് കറക്റ്റ് ടെൻസ് യൂസ് ചെയ്യാനാണ്. യൂസ് ദ കറക്റ്റ് ടെൻസ്. ക്വസ്റ്റ്യൻ ഇസ് ഐ ഡാഷ് വർക്ക് ഫോർ 2 hours and I am now tired. The answer is have been working. I have been working for 2 hours and I am now tired. Next, pick out the one word for a secret arrangement. A secret arrangement എന്നുള്ളതിന്റെ on word ആണ് collusion. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന സെന്റൻസിന്റെ മീനിങ് വരുന്ന വേർഡ് ഏതാണെന്ന് പിക്ക് ചെയ്യാനുള്ളതാണ്. ക്വസ്റ്റ്യൻ ഇസ് which means the order of relations being reversed. Which means the order of relations being reversed. Correct answer is vice versa. Next question is dash problem facing us is dash universal one. Dash problem facing us is dash universal one. Correct answer the problem facing us is a universal one. Add ചെയ്യാനുള്ളതാണ്. Next question is he can play dash sitar. He can play dash sitar. Correct answer the. He can play the sitar. We should help dash poor. We should help the poor. The ആണ് correct answer. He is dash right man for the job. He is the right man for the job. I hope you succeed dash your effort. I hope you succeed in your effort. ഇന്നാണ് correct answer. Mothers are always worried dash their children. Correct answer about. Mothers are always worried about their children. I prefer coffee dash tea. Correct answer 2. I prefer coffee to tea. The masculine gender of doe. The masculine gender of doe is buck. The feminine gender of milkman. The feminine gender of milkman is milkmaid. The plural form of sister-in-law is. The plural form of sister-in-law is. Sister-in-lawയുടെ plural form sisters-in-law എന്നാണ്. The opposition party dash a strike. Correct answer call for. The opposition party called for a strike. The noun form of define is. The noun form of define is definition. A person of good understanding, knowledge and reasoning power. A person of good understanding, knowledge and reasoning power is intellectual. അതാണ് correct answer. Feminine gender of tiger. Answer tigress. ടൈഗറിന്റെ സ്ത്രീലിംഗ രൂപം ടൈഗ്രസ് എന്നാണ്. I have acquaintance dash Carnatic music. Correct answer with. I have acquaintance with Carnatic music. 100 years is called a dash. 100 years is called a century. Ashoka was one of the dash of kings. Ashoka was one of the dash of kings. Correct answer greatest. The home of gypsy. The home of gypsy is caravan. I shall do it dash pleasure. I shall do it with pleasure. With ആണ് correct answer.
ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.